നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. പൂങ്കുന്നം ശങ്കരകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം 79 പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. തൊട്ടടുത്ത ബൂത്തിൽ 38 വോട്ടുകളും ചേർത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനാൽ ഇവർക്ക് വോട്ട് ചെയ്യാനായില്ലെന്ന് കോൺഗ്രസ് നേതാവും തൃശൂർ കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ വത്സല ബാബുരാജ് പറഞ്ഞു. അനധികൃതമായി ചേർത്തവരിൽ ഒരാൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പൂങ്കുന്നത്തെ ഇൻലൻഡ് അപ്പാർട്ട്മെന്റിൽ മാത്രം 79 വോട്ട് ക്രമരഹിതമായി ചേർത്തിട്ടുണ്ട്. ഇവരൊന്നും തന്നെ അപ്പാർട്ട്മെന്റിലെ താമസക്കാരല്ല. ഇവരെല്ലാം ആലത്തൂർ മണ്ഡലത്തിലുള്ളവരാണ്. വാട്ടർ ലില്ലി ഫ്ളാറ്റിലും 39 പേരെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നും വത്സല ബാബുരാജ് പറഞ്ഞു. തൃശൂരിലെ 10ഓളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വോട്ട് ചേർക്കൽ നടന്നെന്നാണ് പുറത്തുവരുന്ന വിവരം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നായിരുന്നു കോൺഗ്രസും LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും ആരോപിച്ചത്. വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ 11 പേരെ ബൂത്ത് നമ്പർ 116-ൽ 1016 മുതൽ 1026 വരെ ക്രമനമ്പറിൽ ചേർത്തതായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന പട്ടികയിൽ പക്ഷേ ഇവരുടെ പേരുകളില്ല.